ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേശ്വരത്ത് നിന്ന് സീമന്തിനി മേഘനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കണമെന്നും അവനെ ചില ഗുണ്ടകൾ ചേർന്ന് മനഃപൂർവ്വം പോലീസിൽ കുടുക്കിയതാണെന്നും പറഞ്ഞ് കണ്ണന് മുന്നിൽ അപേക്ഷിക്കുമ്പോൾ അമ്മായിയും അമ്മാവനും ചേർന്ന് അവനെ വളർത്തി ക്രിമിനലാക്കി. അവനെ രക്ഷിക്കാൻ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് കണ്ണൻ തീർത്ത് പറയുന്നു. മഞ്ജുവിനെ ചതിച്ച് അവൻ ജയിലിൽ കിടക്കേണ്ടത് തന്നെയാണ് എന്ന് മഹിയും പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും നന്നാവില്ല, ഒരു പെറ്റമ്മയുടെ ശാപം ഒരിക്കലും സത്യമാവാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രാഗിക്കൊണ്ട് സീമന്തിനി പോകുന്നു. ശേഷം ഇവളെ കെട്ടുന്നതിന് മുൻപ് എല്ലാവരെയും നിനക്ക് വേണമായിരുന്നു എന്ന് ദുർഗ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ എല്ലാവരെയും വേണമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ പണം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ഈ വീൽ ചെയറിൽ കഴിയുന്നത്. നിങ്ങളൊക്കെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ പണ്ടേ എൻ്റെ കാലുകൾ ചലിച്ചേനെ. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വലത് കാലിൻ്റെ വിരലിനെങ്കിലും ചലനശേഷി കിട്ടിയത് ഇയാളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ദുർഗയ്ക്ക് ചുട്ട മറുപടി കൊടുത്ത് കണ്ണൻ മഹിയെയും കൂട്ടി പോകുന്നു. അങ്ങനെ കണ്ണനും മഹിയും പോയതിന് ശേഷം അവളുടെയും അയാളുടെയും മുന്നിൽ ഇങ്ങനെ തോറ്റു നിൽക്കാൻ എനിക്ക് ഇനിയും വയ്യമ്മേ. ഒരിക്കലെങ്കിലും എനിക്ക് അവളുടെ മുന്നിൽ ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കരുണ പറയുമ്പോൾ മോള് പറഞ്ഞു, മോളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഈ അമ്മ തയ്യാറാണ്, എല്ലാം എൻ്റെ തെറ്റ്. അന്ന് മരുന്ന് മാറ്റി കൊടുത്ത് അവനെ വീൽ ചെയറിൽ തളർത്തിയിടുന്നതിന് പകരം മുകളിലേക്ക് പറഞ്ഞു വിടണമായിരുന്നു, അല്ലെങ്കിൽ അവനോടൊപ്പം അവളും ഇങ്ങനെ നമ്മുടെ മുന്നിൽ തഴച്ചു വളരില്ലായിരുന്നു. എല്ലാം വേരോടെ പിഴുതെറിഞ്ഞാൽ മതിയായിരുന്നു. അതുകൊണ്ട് മോളുടെ കൂടെ ഈ അമ്മയുണ്ടെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ്, അവളിങ്ങനെ ജയിച്ചു നിൽക്കുന്നതിനെല്ലാം കാരണം അവൾ ആരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹമാണ്. അത് അവളുടെ കയ്യിൽ നിന്നും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടണം. പിന്നീട് ഒരിക്കലും അത് അവളുടെ കയ്യിൽ തിരിച്ചു കിട്ടരുതെന്നെല്ലാം കരുണ പറയുമ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാണ്. അന്ന് അത് അവളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് അവളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇന്ന് രാത്രി തന്നെ ഞാനത് അവിടെ നിന്നും എടുത്തു മാറ്റും. എൻ്റെ കുഞ്ഞ് പോയതോടുകൂടി തന്നെ ഇനി എനിക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്ന് കരുണ പറയുമ്പോൾ അമ്മയുടെ എല്ലാ പിന്തുണയും മോൾക്കുണ്ടെന്ന് ദുർഗയും പറയുന്നു. ശേഷം ഉണ്ണിയോടും കരുണ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി തന്നെ ആ വിഗ്രഹം മോഷ്ടിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മഹി രാവിലെ അമ്പലത്തിലെത്തുന്നു. അപ്പോൾ അവിടെ വെച്ച് സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയോടായിട്ട് മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ പിറന്നാൾ ദിവസം വൃശ്ചിക മാസത്തിലെ കാർത്തിക ആ ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാനും കണ്ണേട്ടനും. അന്ന് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നല്ലേ അമ്മ പ്രവചിക്കുന്നതെന്ന് മഹി പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്നും പിന്നെ ഒരു കാര്യം മോള് പ്രത്യേകം സൂക്ഷിക്കണം, ഇത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയിട്ടും മോളുടെ ശത്രുക്കൾ അടങ്ങിയിട്ടില്ല. അവർ മോളുടെയും കണ്ണൻമോൻ്റെയും തകർച്ച കാണാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ക്രൂരത ചെയ്യാനും അവർക്ക് മടിയില്ല. തുടർന്ന് മോൾ ഈ വെള്ളി നാണയം മോൾ ആരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ളി നാണയം അമ്മ മഹിയെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് മഹിക്ക് ആകെ വല്ലാതാവുന്നുണ്ട്. ഈശ്വര, ഇത്രയൊക്കെ ആയിട്ടും അവരുടെ മനസ്സിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ മനസ്സ് വേദനിക്കുന്നുണ്ട് മഹിയുടെ. പിന്നീട് മഹാലക്ഷ്മി മഞ്ജുവിനെ കാണാനായിട്ട് ടെക്സ്റ്റൈൽ എത്തുന്നു കേട്ടോ. അപ്പോൾ മഹിയെ കാണുന്നതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മഞ്ജുവിന്. തുടർന്ന് മഹി പറയുന്നുണ്ട്, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിൽ നിനക്ക് നല്ലൊരു ജോലി തരാനാണ് എൻ്റെയും കണ്ണേട്ടൻ്റെയും തീരുമാനം. നീ ആ ജോലി സ്വീകരിക്കണം. സാഗറിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ നിന്നെ പൊന്നുപോലെ നോക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അറിയാതെയാണെങ്കിലും സാഗറിൻ്റെ ജോലി നഷ്ടപ്പെടാൻ ഞാനും ഒരു കാരണമായി. അതിൻ്റെ ഒരു പശ്ചാത്താപം എൻ്റെയും കണ്ണേട്ടൻ്റെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് നീ ഈ ജോലി സ്വീകരിക്കണം എന്നെല്ലാം മഹി വീണ്ടും പറയുമ്പോൾ അത് വേണ്ട ഏട്ടത്തി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനാണ് എൻ്റെയും സാഗറേട്ടൻ്റെയും തീരുമാനം. ഇപ്പോഴുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ട്. അതല്ലേ ഏട്ടത്തി നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മഞ്ജുവിൻ്റെ ആ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. മഞ്ജുവിൻ്റെ ആ മാറ്റത്തെക്കുറിച്ച് ആലോചിച്ച് അവളോട് ഒരുപാട് സ്നേഹവും അഭിമാനവും ഒക്കെ മഹിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും മുത്തശ്ശിയാണെങ്കിലും കരുണയെ കൊണ്ട് ആ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. നമുക്ക് അതിനെപ്പറ്റി ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം. നീ മോളെ വിളിച്ച് ഇപ്പം തന്നെ ഇക്കാര്യം സംസാരിക്കണം പ്രതാപ. എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം അവളെ വിട്ടു പോകണം, എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്ത് സന്തോഷം വരൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പ്രതാപൻ കരുണയെ വിളിക്കുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛാ. ഇന്ന് രാത്രി തന്നെ ഞാനും ഉണ്ണിയേട്ടനും ചേർന്ന് ആ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്നും എടുത്തു മാറ്റും.
ഇനി അത് അവളുടെ കയ്യിൽ ഒരിക്കലും തിരികെ എത്തില്ല എന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. അങ്ങനെ അന്ന് രാത്രി തന്നെ കരുണയും ഉണ്ണിയും ചേർന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ ആ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ ആ വിഗ്രഹം എടുത്തു മാറ്റാൻ തുടങ്ങുന്നതും വലിയൊരു സർപ്പം അവരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായത്. അതായത് വലിയൊരു സർപ്പം ആ വിഗ്രഹത്തെ ചുറ്റിക്കിടക്കുന്നത് കണ്ട് പേടിച്ച് നിലവിളിക്കുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട് കരുണയും ഉണ്ണിയും. കാരണം സിദ്ധിയായിട്ടുള്ള അമ്മ കൊടുത്തിട്ടുള്ള ആ വെള്ളി നാണയം മഹി അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സർപ്പം അയ്യപ്പ വിഗ്രഹത്തിന് കാവലായിട്ട് അവിടെ ഉണ്ടെന്നുള്ള കാര്യം കരുണയും ഉണ്ണിയും അറിയുന്നില്ല. അപ്പോൾ ആ ഒരു സർപ്പത്തിനെ, അവിടെ ഉഗ്രവിഷമുള്ളൊരു സർപ്പത്തിനെ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നുണ്ട് ഉണ്ണിയും കരുണയും. അപ്പോൾ ഉണ്ണിയുടെയും കരുണയുടെയും നിലവിളി ശബ്ദം കേട്ട് മഹിയും ദുർഗയും എല്ലാവരും അവിടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനുള്ള കരുണയുടെയും ഉണ്ണിയുടെയും ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്